എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. അബിൽ ദേവിന് റോബിൻ പൈസ കൊടുക്കാനുണ്ട്. പൊട്ടനെ ചെട്ടി ജയിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. അതിലൊരു ചോദ്യവും. ഓക്കെ, ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെ. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെ ഇരിക്കണം? അതായത് ഇത്ര കാലം ഹെൽപ്പ് ചെയ്ത ഒരാളെയാണ് പീഡന കേസിലെ പ്രതിയെന്നൊക്കെ റോബിൻ ഇപ്പി പറയുന്നത്. റോബിന് ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പ് വേണമെന്ന് ഞാൻ പറയും. നന്നായിട്ടുണ്ട്. റോബിനെ പല സിറ്റുവേഷനിലും പൈസ തന്ന് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തി. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ആ പൈസയുടെ ടേംസിലാണ് നിങ്ങൾ തമ്മിൽ എന്തായത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കം. ഓബിയസ്ലി കാശ് തന്നൊരുത്തന് കൃത്യം പറഞ്ഞ സമയത്ത് ആ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ റിയാക്ട് ചെയ്യില്ലേ? കള്ളു വിറ്റും കള്ളൂപ്പി കഴിയും കാശുണ്ടാക്കുന്നതേ നാട്ടുകാർക്ക് ദാനം ചെയ്ത് പുണ്യം കെട്ടാനൊന്നും അല്ല. പ്രസംഗിക്കാൻ എല്ലാറ്റും നല്ല മെടുക്ക. കാശ് നയിച്ചുണ്ടാക്കിയില്ല എന്റെ വില അറിയും. ഇത്രയൊക്കെ സഹായിച്ച ഒരാള് ഞാൻ ഇപ്പൊ കുറെ ഓഡിയോ ചാറ്റ് ചെയ്യാൻ കണ്ടു റോബിനെ. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ മൈ ഗോഡ്, ദൈവം, മനുഷ്യത്വമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ ഒരാളെയാണ് പത്രമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇനി അയാൾക്ക് പൈസ കൊടുക്കാൻ ബാക്കിയുള്ളപ്പോ ഈ ഒരു ഞാൻ പറയുന്നത് ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നന്നാവൂല സജി. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓഡിയോ കേട്ടു. ഈ ലക്ഷ്മി ഇട്ട ഒരു സ്റ്റോറിക്കകത്ത് അബിലിന്റെ അമ്മയെ വൃത്തിയോട് പറഞ്ഞിട്ട്, എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടോ പൊന്നുനാരി, നിങ്ങൾ ഇമാതിരി ഒരു മുറ്റനെ വന്ന് ഞാൻ അറിഞ്ഞില്ല. റോബിന്റെ അമ്മ വയ്യാതെ നടക്കുന്ന സമയത്ത് ഐ എം വെരി സോറി ടു സേ ദിസ്, വേറെ ആരും നിന്നെ കാശ് കൊണ്ട് സഹായിക്കാൻ ഇല്ലാത്തൊരു ടൈമിൽ എന്ത് കൊടുത്ത് വീട്ടുകൂടെ ആ കടം, ആ കടമയും കടപ്പാടും ഒന്നും മറക്കരുത്. നീ മനുഷ്യത്വമുള്ള മനുഷ്യനായി കണ്ട അബിൽ ദേവ് നിന്നെ സഹായിച്ചതിന്റെ ചാറ്റും ഓടിയൊക്കെ ഞാൻ കേട്ടതും കണ്ടതുമാണ് റോബിൻ. അത് കണ്ടപ്പോ മനസ്സിലായി നീ ആണും പെണ്ണും കെട്ട ഒരു പരമ നാറിയാണെന്ന്. ആ വ്യക്തിയുടെ അമ്മയെ, അത് മരണപ്പെട്ട ഒരു അമ്മയെ നിനക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അവരെ വരെ വൃത്തിയോട് വിളിച്ച് പറയേണ്ട ഒരു അവസ്ഥയ്ക്ക് പോകുമ്പോൾ വാട്ട് ഹ്യൂമൻ ബീങ് ആർ യു എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്ത കൊണാപ്പൻ.